എവറി ചോയ്സ് യു മേക്ക് യു ആർ ഗിവിങ് സംതിങ് അപ്പ്. യെസ്, അതായത് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കാനുള്ള സമയത്ത് ഒന്നിലധികം ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്, അല്ലേ? എന്നാൽ നമുക്ക് ഈ പറയുന്ന ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ അല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാകും. ആ ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിന് നമ്മൾ ചൂസ് ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമുക്ക് കിട്ടാനുള്ള മൂല്യം, വാല്യൂ, അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പുതിയ മൂവി റിലീസാവുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു പുതിയ മൂവിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു 2.5-3 മണിക്കൂറാണ് നിങ്ങളുടെ ഒരു ദിവസം അവിടെ പോകുന്നത്. എന്നാൽ ആ ഒരു സിനിമയ്ക്ക് പോകാതിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഹിന്ദു പേപ്പർ വായിച്ച് തീർക്കാമായിരുന്നു, അല്ലേ? അപ്പോൾ അതായത് സിനിമയ്ക്ക് പോയതുകൊണ്ട് ആ ഒരു 2.5-3 മണിക്കൂർ അവിടെ ചിലവാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാനുള്ള സമയമാണ്. അതാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എക്കണോമിക് പേഴ്സ്പെക്റ്റീവിൽ നമ്മുടെ എക്കണോമിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റിനും ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് ഒരു 500 കോടി രൂപ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ ഒരു തുക ഗവൺമെൻറ്റിന് ആരോഗ്യ മേഖലയ്ക്കും സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കും സ്പെൻഡ് ചെയ്യാം. ഗവൺമെൻറ് അവിടെ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ആ ഒരു 500 കോടി രൂപ സ്പെൻഡ് ചെയ്യാനായി തീരുമാനിക്കുന്നത്. അങ്ങനെ ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിന് അവിടെ ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ കിട്ടാവുന്ന ബെനിഫിറ്റ്സ് ആയിരുന്നു. സോ അടുത്ത തവണ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്താണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന്.